ജയറാം നായകനാകുന്ന മിഥുൻ മാനുവൽ തോമസ് ചിത്രം എബ്രഹാം ഓസ്ലറിന് മികച്ച പ്രതികരണം. ആദ്യ ദിനത്തിൽ എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിരുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ എബ്രഹാം ഓസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ ജയറാമാണ് ചിത്രത്തിലെത്തുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ മിഥുൻ മാനുവലിന്റെ രണ്ടാമത്തെ മലയാള ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. ഇതുവരെ മലയാളി പ്രേക്ഷകർ കാണാത്ത ജയറാമിനെയാണ് ഓസ്ലറിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. ജീവിതത്തിൽ വലിയൊരു ദുരന്തം നേരിട്ട ഓസ്ലറിന് മുന്നിൽ ഒരു സീരിയൽ കില്ലർ പ്രത്യക്ഷപ്പെടുന്നതും തുടർന്നുള്ള കുറ്റാന്വേഷണവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ജയറാമിന്റെ തകർപ്പൻ പ്രകടനം തന്നെയാണ് എബ്രഹാം ഓസ്ലറിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ സർപ്രൈസ് ഇൻട്രോ കാർണികളെ ആവേശ കൊടുമുടിയിലെത്തിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം നായക കഥാപാത്രത്തിലെത്തുന്ന ചിത്രത്തിൽ പ്രശംസനീയമായ പ്രകടനമാണ് ജയറാം കാഴ്ചവെച്ചതെന്ന് സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെടുന്നു. വലിയ ബിൽഡപ്പ് ഒന്നുമില്ലാതെ നേരിട്ട് കഥയിലേക്ക് കടക്കുന്ന രീതിയാണ് എബ്രഹാം ഓസ്ലറിൽ സംവിധായകൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാങ്കേതികതയ്ക്കപ്പുറം പ്രധാന പ്ലോട്ടിലേക്ക് സിനിമ സഞ്ചരിക്കുന്നു. നായകന്റെ ബ്രില്യൻസ് അടക്കം ഇത്തരം സിനിമകൾക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ള ആമുഖമൊന്നും എബ്രഹാം ഓസ്ലറിനില്ല. വളരെ പെട്ടെന്ന് കഥയിലേക്ക് എത്തുകയും ആ കഥയുടെ മുൻപോട്ട് പോക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിത്രം മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. എബ്രഹാം ഓസ്ലറുടെ തിരക്കഥ ഡോക്ടർ രൺധീർ കൃഷ്ണന്റേതാണ്. ഒരു മെഡിക്കൽ ത്രില്ലർ ആയതുകൊണ്ടാകും കൃത്യമായി ഒരു ഡോക്ടറുടെ സാന്നിധ്യം എഴുത്തിലും സംഭവങ്ങളിലും പ്രകടമാണ്. വളരെ ആഴത്തിലുള്ള മെഡിക്കൽ പ്രൊസീജിയറുകൾ സിനിമയിലുണ്ട്. കഥാഗതിയുടെ മുന്നോട്ടുള്ള പോക്കിൽ മെഡിക്കൽ ടേമുകൾക്കും അതിന്റെ സാങ്കേതികതകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിന് ഇത് അനിവാര്യവുമാണ്. ഒരു തുടർച്ചയ്ക്കുള്ള സാധ്യത കൂടി തുറന്നിട്ടുകൊണ്ടാണ് ഓസ്ലർ അവസാനിക്കുന്നത്. വളരെയധികം ആകാംക്ഷകൾ ഒരു രംഗവും ബാക്കി വയ്ക്കുന്നില്ല. കുറ്റവാളിയെ കണ്ടുപിടിക്കുക എന്ന ദൗത്യവും പെട്ടെന്ന് അവസാനിക്കുന്നുണ്ട്. പിന്നെ അവസാനിക്കും വരെ വൈകാരികമായി നീതിയും ന്യായവും ഒക്കെ അന്വേഷിക്കപ്പെടുന്നുണ്ട്. അത്തരം മനഃശാസ്ത്രപരമായ കാര്യകാരണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും സ്ലോ പേസ് ത്രില്ലർ സിനിമകൾ കാണുന്നവർക്കും പറ്റിയ സിനിമയാണ് എബ്രഹാം ഓസ്ലർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.